ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. വിൻട്രേഡറിൻ്റെ ഇന്നത്തെ വീഡിയോ ലൈവിലാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിലും എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് 𝐂𝐤𝐞𝐬 എന്നാണ്. എൻ്റെ പേരും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണ് വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ എൻ്റെ നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സാറ്റർഡേ ആൻഡ് സൺഡേസ് നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യാം റിഗാർഡിങ് സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ ഡയറക്റ്റ് വിസിറ്റും ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഓഫീസിൽ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരാൻ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉള്ളതാണ്. നമുക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. വന്നിട്ട് നമ്മൾ ഡെമോ കാണിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയുകയും ചെയ്യാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പേര് 𝐂𝐤𝐞𝐬 എന്നാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് വിൻട്രേഡർ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ആക്ച്വലി നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ട്രേഡിംഗ് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് കൂടിയേ തീരും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ഇപ്പം ടിപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ടിപ്സിനെ കുറിച്ച് ടിപ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ബ്ലൈൻഡ് ട്രേഡിങ്. അതായത് നമ്മൾ അറിയുന്നില്ല, അവരൊരു പ്രൈസ് തരുന്നു, നമ്മൾ അതിനകത്ത് ട്രേഡ് ചെയ്യും, നമുക്ക് അറിയാൻ പറ്റില്ല ആ മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഏത് സോഫ്റ്റ്വെയർ ജെന്യൂൻ ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തന്നെ വേണമെന്നില്ല, ഏത് ജെന്യൂൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യണം. കാരണം ട്രേഡിംഗ് ഫീൽഡിൽ നമുക്കതൊരു എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ നമുക്ക് കൂടിയേ തീരും. അപ്പോൾ ആ ട്രേഡിംഗ് സപ്പോർട്ടിങ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഏത് ജെന്യൂൻ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ സോഫ്റ്റ്വെയർ 13 years 13 വർഷമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈവ് ഡാറ്റ ഫീഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഇറ്റ്സ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം. ഇതിനകത്ത് ഇൻഡിക്കേറ്റർ നമുക്ക് 1-2 ഇൻഡിക്കേറ്റർ വെച്ചൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊരു ലോങ് ടൈമിൽ ഒരിക്കലും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ 1-2 ഇൻഡിക്കേറ്റർ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ എന്ന് വെച്ചിട്ട് 55 ഇൻഡിക്കേറ്റർ കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൻ്റെ പുറം. നിങ്ങളിപ്പോൾ ഇത് കാണുന്നില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. ഈ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം ഇൻഡിക്കേറ്റേഴ്സ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം ഡാറ്റ ലൈവ് ഡാറ്റ ആയിട്ട് വർക്ക് ചെയ്ത ശേഷമാണ് ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സിഗ്നൽസ് തരും. സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, റെസിസ്റ്റൻസ്, സപ്പോർട്ട് ലെവൽസ്, സൈഡ് വേണമെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ, ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ. ഇതിൻ്റെ പുറത്ത് കാണുന്ന നിങ്ങളെല്ലാം ഈ ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം ഡാറ്റ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ്. അപ്പോൾ ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഒരു ടിപ്സ് യൂസ് ചെയ്യുന്നതും രണ്ടാണ്. അതായത് ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു മാർക്കറ്റിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ എന്ന് വെച്ചാൽ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കവർ ചെയ്യും. ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് MCX എല്ലാ കമ്മോഡിറ്റീസും ഉണ്ട്. കമ്മോഡിറ്റീസ് എന്ന് ഇന്ത്യൻ കമ്മോഡിറ്റീസും ഉണ്ട്, ഇന്റർനാഷണൽ കമ്മോഡിറ്റീസും ഉണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ ചെയ്യുന്നവർക്ക് ഇന്റർനാഷണൽ നമ്മുടെ സ്പോട്ടിൻ്റെ ഇന്റർനാഷണൽ ഗോൾഡിലും നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ ഇന്റർനാഷണൽ എടുത്തിട്ട് നമ്മൾ അതേ ട്രെൻഡ് തന്നെയാണ് നമ്മുടെ ഇത്. അപ്പോൾ അത് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇതിൽ ചെയ്യും MCXൽ ചെയ്യുമ്പോൾ അതും കൂടെ ഓപ്പൺ ചെയ്തിട്ടാൽ നമുക്ക് നല്ല ആ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇതിനകത്ത് ഇന്ത്യനും ഫോറക്സിൻ്റെ ഫോറിൻ കമ്മോഡിറ്റീസും ഉണ്ട്, പിന്നെ ഫോറിൻ കറൻസീസും ഉണ്ട്, ഇന്ത്യൻ കറൻസീസും ഉണ്ട്, NSEയുടെ ക്യാഷ് ഫീച്ചർ ഓപ്ഷൻ കറൻസീസ്, അഗ്രി, കോമെക്സ്, ഇത് എല്ലാം കവർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ലൈവാണ്. ഇതിനകത്ത് ഡിലേ എന്നൊരു സംഭവമില്ല. ഇറ്റ്സ് റിയൽ ടൈം ടിക്ക് ബൈ ടിക്ക് ഡാറ്റ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് കാണും ഇതിനകത്ത് ലൈവ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് റിയൽ. നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ റിയൽ ടൈം ഡാറ്റ തന്നെയാണ്. ആ ലൈവ് ഡാറ്റയാണ്. നമ്മുടെ ഡാറ്റേനകത്ത് ഒരു ഡിലേ ഇല്ല. ഇറ്റ്സ് റിയൽ സെക്കൻഡ്സിൻ്റെ ഡിലേ പോലും ഇല്ല. മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. ആ മാർക്കറ്റ് സൈഡിൽ പോകണമെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിച്ചു തരും. ഒരു സപ്പോർട്ട് ചെയ്യുന്ന ലെവലും ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഫോറിൻ മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരേ ടൈമിൽ തന്നെ ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യുന്നത്, സെറ്റിംഗ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫുൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുവേ. അപ്പോൾ അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഞാൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു തരാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് ഇതിനകത്ത്. എല്ലാം എങ്ങനെയാണെന്നുള്ള ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന അറിയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കത്തുള്ളൂ ഇതിങ്ങനെ ഇവിടെ ബൈ ചെയ്ത്. കാരണം അവർക്ക് ഓൾമോസ്റ്റ് എന്നെ വിളിക്കുന്ന ഒരു 10 ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ ഒരു 9 പേർക്കും അറിയാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് വരുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നലാണ്, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സിഗ്നലാണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് വരും, അത് സൗണ്ട് എഫക്റ്റ് കൂടി അതിനകത്ത് എഴുതി വരും, മേകളിലും ഡീറ്റെയിൽസ് എഴുതി വരും. നമ്മൾ ഈ സിഗ്നൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ബൈ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ബൈ സോണെന്ന് താഴത്ത് കാണിക്കണം. സോറി. പിന്നെ ബൈ ആരോടെ താഴത്തെ ബാറില്ല, ആ ബാറ് ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2 or 3 ക്യാൻഡിൽ കഴിഞ്ഞിട്ടും ഗ്രീൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. നമുക്ക് 2 കൺഫർമേഷൻ നോക്കിയിട്ട് ആ കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം. കൺഫേം ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്തൊരു 80 to 90% അക്യുറസി കിട്ടിയിരിക്കും. അതായത് നമുക്ക് ഈ മാർക്കറ്റിൽ 5 ദിവസം മാർക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ മന്ത് എൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മന്ത് എൻഡ് റിട്ടേൺ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് പോസിറ്റീവ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പ്രോഫിറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ ചില പറയുന്ന ആൾക്കാരുണ്ട്. അത് ഈസ് ഓൺലി ഫോർ ദ മാർക്കറ്റിംഗ് പർപ്പസ്. നമ്മൾ മന്ത് എൻഡിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റായി നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കും. അല്ലാതെ ഒരു സോഫ്റ്റ് നമ്മൾ ഇത്രയും വർഷങ്ങൾ മാർക്കറ്റ് ചെയ്യത്തില്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ ഈ നിങ്ങൾ തരുന്ന നമ്മൾ വാങ്ങിക്കുന്ന 1 time പേയ്മെൻ്റ് ആണ്. അത് മാർക്കറ്റും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ഒരു 3 to 4 daysനുള്ളിൽ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ നിന്ന് അത് റിട്ടേൺ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് സോഫ്റ്റ്വെയർ പറഞ്ഞോളൂ. എല്ലാ വീഡിയോയിലും നമ്മൾ സോഫ്റ്റ്വെയർ ബൈ സിഗ്നൽ ഇങ്ങനെ ഫോളോ ചെയ്യണം എന്നെല്ലാം നമ്മൾ എല്ലാ ദിവസത്തെ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്തുകൊണ്ട് വാങ്ങിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് എപ്പോഴും വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.